പണ്ടൊരിടത്ത് ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ആമയും ഒരു മുയലും. ആമയ്ക്ക് വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ മുയലിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാം. അതുകൊണ്ട് തന്നെ മുയൽ ആമയുടെ മെല്ലെ പോക്കിനെ പരിഹസിക്കുക പതിവായിരുന്നു. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടിയ സമയത്ത് ആമയെ പരിഹസിക്കുന്നതിനായി മുയൽ ചോദിച്ചു, സുഹൃത്തെ, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? തന്നെ പരിഹസിക്കാനായിട്ടാണ് മുയൽ ഇത് ചോദിച്ചതെന്ന് മനസ്സിലായിട്ടും ആമ പറഞ്ഞു, തീർച്ചയായും ഞാൻ തയ്യാറാണ്. നമുക്ക് ഓട്ടമത്സരം നടത്താം. ഇത് കേട്ട മറ്റു മൃഗങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. അവർ ആമയോട് പറഞ്ഞു, നിനക്കൊരിക്കലും മുയലിനോടൊപ്പം ഓടി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട. എന്നാൽ ആമ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഓട്ടമത്സരം നടത്താൻ തന്നെ തീരുമാനിച്ചു. മത്സരം തുടങ്ങേണ്ട മണി മുഴങ്ങിയതും മുയൽ വളരെ വേഗം ഓടാൻ തുടങ്ങി. ആമ തന്നെ കൊണ്ട് പറ്റുന്ന വേഗത്തിൽ ഇഴയാനും തുടങ്ങി. പകുതിയോളം ദൂരം എത്തിയപ്പോൾ മുയലിന് നല്ല ക്ഷീണം തോന്നി. അവൻ തിരിഞ്ഞു നോക്കി. ആമയെ ആ പരിസരത്തൊന്നും കാണാനുണ്ടായിരുന്നില്ല. എന്തായാലും ആമ ഇഴഞ്ഞ് ഇവിടെ വരെ എത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. കുറച്ചുനേരം ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോകാം എന്നും പറഞ്ഞ് മുയൽ അടുത്ത് കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. എന്നാൽ ക്ഷീണം കാരണം അവൻ ഉറങ്ങിപ്പോയി. ഈ സമയത്തും ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്ന ആമ മുയൽ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ടും അവൻ ക്ഷീണമൊന്നും വകവയ്ക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന മുയൽ ചുറ്റും നോക്കി. അവിടെ എങ്ങും അവൻ ആമയെ കണ്ടില്ല. ആമ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് കരുതി മുയൽ വീണ്ടും ഓട്ടം തുടർന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയ മുയൽ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ആമ അതാ തനിക്കു മുന്നേ അവിടെ എത്തിയിരിക്കുന്നു. ഇതുകണ്ട മുയൽ നാണിച്ചു തലതാഴ്ത്തി. ആമ തന്റെ സുഹൃത്തിന്റെ അടുത്തു ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നമ്മൾ ആരെയും പരിഹസിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. ഇതുകേട്ട മുയലിന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ ആമയോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാലം അവർ സുഹൃത്തുക്കളായി ആ കാട്ടിൽ കഴിഞ്ഞു. ഗുണപാഠം: സാവധാനത്തിലായാലും നിർത്താതെയുള്ള പരിശ്രമം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുക തന്നെ ചെയ്യും.